നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗീത IAS, അതായത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത IASന്റെ റിപ്പോർട്ട്, അവർ ശേഖരിച്ച വിവരങ്ങളൊക്കെ അടങ്ങിയ ആ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കാനുള്ള നീക്കം നടക്കുകയാണ്. കേരളത്തിലെ അന്വേഷണ ഏജൻസികളുടെ ഈ കേസിന്മേലുള്ള മെല്ലെപ്പോക്കും കാര്യക്ഷമതയില്ലായ്മയും ഒക്കെയാണ് ഗീത IASനെ കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുപ്പിക്കുന്നത് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. അന്വേഷണത്തെ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. നവീൻ ബാബു മരണപ്പെട്ട ദിവസങ്ങൾ പിന്നിടുമ്പോഴും എങ്ങുമെത്താതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാതെ പോയ, അല്ലെങ്കിൽ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ച ധാരാളം തെളിവുകൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഗീത IASന്റെ ഈ റിപ്പോർട്ടിലുണ്ട്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഗീതയുടെ അന്വേഷണത്തിൽ കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലെ ഖനന മാഫിയയുടെ ഞെട്ടിക്കുന്ന പല തെളിവുകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ഖനന മാഫിയകൾക്ക് അനധികൃതമായി ലൈസൻസ് ലഭ്യമായതുൾപ്പെടെ പല വിവരങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട്. ഈ വിവരം നവീൻ ബാബു കണ്ടെത്തിയത് തിരിച്ചടിയാകുമെന്ന ഭയം ഈ മാഫിയയ്ക്ക് ഉണ്ടായിരുന്നെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയിക്കാവുന്നതാണ്. എന്തായാലും നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്ന ഇത്തരം തെളിവുകൾ സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിൽ PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന പല അഴിമതികളുടെയും കഥകൾ കൂടി, അവർ മുൻകൈയെടുത്തുകൂടി നടത്തിയിട്ടുള്ള പല അഴിമതികളുടെയും കഥകൾ കൂടി പുറത്തു വരും. പക്ഷേ ഇത്രയും കൃത്യവും വ്യക്തവുമായ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇതിൽ തുടരന്വേഷണം നടത്താനും നവീൻ ബാബുവിന്റെ യഥാർത്ഥ കൊലയാളികളെ കണ്ടെത്താനോ പോലീസും ഭരണകൂടവും തയ്യാറാകുന്നതുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും CPMന്റെ ചട്ടുകങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. ഇത് മനസ്സിലാക്കിയ ഗീത IAS നവീൻ ബാബുവിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടിട്ട് താൻ നടത്തിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാനുള്ള തീരുമാനത്തിലെത്തി എന്നുള്ളതും ഒരു വിവരമാണ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഗീത IAS നടത്തുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ അനധികൃതമായി നടത്തുന്ന ക്വാറി ഭൂമാഫിയകളുടെ വിവരങ്ങളും കളക്ടർ അരുൺ K. വിജയൻ അടക്കം പങ്കാളിയായിട്ടുള്ള അഴിമതി കഥകളുമെല്ലാം ഈ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അരുൺ K. വിജയനും ഉൾപ്പെടെ മരണം സാധാരണ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാലും എങ്ങും എത്തില്ല എന്നുള്ളത് അവർക്കറിയാം. പൊതുമധ്യത്തിൽ ADMനെ അപമാനിച്ചപ്പോൾ എല്ലാം കണ്ട ഊറിച്ചിരിച്ച് തല കുമ്പിട്ടിരുന്ന അരുൺ K. വിജയൻ എന്ന കുറുക്കൻ, അങ്ങനെ ഒരു കൂർമ്മ ബുദ്ധിയുള്ള കുറുക്കന്റെ ആ ഒരു നീക്കം കൂടി അരുൺ K. വിജയൻ ഈ പുതിയ നീക്കത്തിൽ അസ്വസ്ഥനുമാണ്. ഈ വിഷയത്തിൽ കളക്ടർ കുടുങ്ങിയാൽ കണ്ണൂരിലെ CPMന്റെ വിശ്വാസ്യത മുഴുവനായി തകർന്നടിയുകയും ചെയ്യും. എന്തായാലും ഗീത IASന്റെ തീരുമാനം പോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുക്കണമെന്ന ആവശ്യം പൊതുജനങ്ങൾക്കിടയിലും ശക്തമാണ്. അതേസമയം ADMന്റെ മരണം അന്വേഷിക്കുന്ന സംഘം പെട്രോൾ പമ്പിന് അപേക്ഷിച്ച TV പ്രശാന്തന്റെ മൊഴി 3ാം തവണയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രശാന്തനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. PP ദിവ്യ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ഫോൺ വിളികളുടെ വിശദ വിവരങ്ങളാണ് പോലീസ് തേടിയത് എന്നാണ് വിവരം. ദിവ്യയുടെ ചില ഫോൺ കോൾ സംബന്ധിച്ച സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വീണ്ടും മൊഴിയെടുപ്പ് നടത്തിയത്. പക്ഷേ ശ്രീജിത്ത് കൊടേരി എന്ന ഉദ്യോഗസ്ഥൻ മൊഴിയെടുക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്നത് അവിടുത്തെ CPMന്റെ വലം കൈയായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ ആദ്യഘട്ടത്തിലും പ്രശാന്തനെ മൊഴിയെടുത്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നത് വെറും പ്രഹസനമായിട്ടുള്ള മൊഴിയെടുപ്പാണ്. പ്രശാന്തന്റെ മൊഴി കാര്യമായ രീതിയിൽ എടുക്കുന്നില്ല എന്നുള്ളത് ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. ഇതിന്റെ ഒരു സമ്മർദ്ദം കൂടി സഹിക്കവയ്യാതെ ആയിരിക്കണം വീണ്ടും ഒരു പ്രഹസന മൊഴിയെടുപ്പ് നടത്തിയിട്ടുണ്ടാവുക. എന്തായാലും ഗീത IASന് കേന്ദ്രത്തിലേക്ക് ഈ റിപ്പോർട്ട് അയച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു വിജയമായി തന്നെ, ഈ കേസിലെ വളരെ വലിയൊരു വിജയമായി തന്നെ കാണേണ്ടിയും വരും. കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ നവീൻ ബാബുവിന്റെ കുടുംബത്തിനെ കാണാനെത്തുമെന്നുള്ള സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. അങ്ങനെയെങ്കിൽ
അത്തരത്തിൽ കൂടിയുള്ള നീക്കുപോക്കുകൾ എന്തായാലും CBI അന്വേഷണം കുടുംബം ആവശ്യപ്പെടും. കൂട്ടത്തിൽ ഈ റിപ്പോർട്ട് കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ വെറുതെ റിപ്പോർട്ടൊക്കെ വായിച്ച് അത് ചവറ്റുകുട്ടയിലിടുന്ന ഒരു കാര്യവും ചെയ്യാത്ത ഒരാളല്ല നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി. IAS എന്ന് പറയുന്നത് കേന്ദ്ര ഭരണത്തിന് കീഴിൽ അവരുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അരുൺ കെ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം ഇതോടുകൂടി തീർപ്പാവേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം കേന്ദ്ര ഏജൻസികളൊക്കെ മൊഴിയെടുക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അരുൺ കെ വിജയൻ മണിമണിയായിട്ട് എല്ലാ കാര്യങ്ങളും പുറത്തു പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കാണാൻ എത്തുകയാണെങ്കിൽ അത് വേറൊരു തലത്തിലേക്ക് തന്നെ ഈ കേസിനെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നന്ദി.